8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ ഷിപ്രക്ഡ് സെയിലർ എന്ന കഥയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവ വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്വസ്റ്റ്യൻ 1. വാട്ട് ഹാപ്പൻ ടു ദ നറേറ്റർ? ഈ കഥ വിശദീകരിക്കുന്ന നറേറ്റർക്ക് എന്താണ് സംഭവിച്ചത്? ആൻസർ. The narrator's ship plunged into an abyss and disappeared in the middle of the Caribbean Sea during a voyage. ഒരു കടൽ യാത്രക്കിടയിൽ കരീബിയൻ നടുക്കടലിൽ നറേറ്ററുടെ കപ്പൽ അഗാധമായ ഒരു താഴ്ചയിലേക്ക് പതിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. He was washed overboard together with some of his shipmates. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഏതാനും സഹ കപ്പൽ യാത്രക്കാരും കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു. Question number 2. What appeared reassuring to the narrator? നറേറ്റർക്ക് ആത്മവിശ്വാസം പകർന്ന, ആശ്വാസം കൊണ്ടുവന്ന ആ കാര്യം എന്തായിരുന്നു? ആൻസർ. He was not alone in the sea, and all other sailors fell into the sea were around him, and they all were in the same predicament. നറേറ്റർ തനിച്ചായിരുന്നില്ല കടലിൽ. അദ്ദേഹത്തോടൊപ്പം കടലിൽ പതിച്ച എല്ലാ നാവികരും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരേ പ്രയാസത്തിലുമായിരുന്നു. പ്രെഡിക്കമെന്റ്, കഷ്ടത അനുഭവിക്കുന്ന അവസ്ഥ. എല്ലാവർക്കും തുല്യമായ പ്രയാസങ്ങളായിരുന്നു. അവരെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ടു നോ ദിസ് വാസ് റിയഷ്യൂറിംഗ് ടു ദ നറേറ്റർ. താൻ തനിച്ചാണ് എന്ന് കരുതിയിരുന്ന നറേറ്റർക്ക് ഈ കാര്യം മനസ്സിലായപ്പോൾ അത് വല്ലാത്ത ആശ്വാസവും ആത്മവിശ്വാസവും പകർന്നു. നമ്പർ 3. I made it on the third try. ഞാൻ മൂന്നാമത്തെ ശ്രമത്തിൽ വിജയിച്ചു. What did the narrator do on the third try? മൂന്നാം ശ്രമത്തിൽ നറേറ്റർ ചെയ്ത കാര്യം എന്തായിരുന്നു? ആൻസർ. When the narrator reached a life raft, he struggled to grab the rigging and jump aboard. നറേറ്റർ ഒരു ലൈഫ് ബോട്ട് കണ്ടെത്തിയപ്പോൾ അതിലേക്ക് കയറിപ്പറ്റാൻ, അതിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കയറുകളിൽ പിടിച്ച് ആ ബോട്ടിലേക്ക് കയറിപ്പറ്റാൻ വളരെയധികം പരിശ്രമിച്ചു. But he failed in his first 2 attempts. അദ്ദേഹം ആദ്യ 2 ശ്രമങ്ങളിലും പരാജയപ്പെട്ടു. And made it on the third try. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ ബോട്ടിലേക്ക് കയറിപ്പറ്റാൻ സാധിച്ചു. Question 4. Then I saw 3 of my mates near the raft. നമ്മുടെ കഥയിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണിത്. ഞാൻ അപ്പോൾ എൻ്റെ 3 സഹപ്രവർത്തകരെ ആ രക്ഷാ ബോട്ടിൻ അരികെ കണ്ടു. Who were the 3 shipmates Velasco saw? വെലാസ്കോ കണ്ട ആ 3 ഷിപ്മേറ്റ്സ് ആരൊക്കെയായിരുന്നു? ആൻസർ. They were Carabello, Castillo and Luis Rengifo. ഇവരായിരുന്നു ആ 3 പേർ. Question 5. Could Velasco save Ramon Herrera? Why? റമോൺ ഹെറേറയെ രക്ഷപ്പെടുത്താൻ വെലാസ്കോക്ക് സാധിച്ചോ? എന്തുകൊണ്ട് സാധിച്ചില്ല? ആൻസർ. No. Velasco could not save Ramon Herrera. റമോൺ ഹെറേറയെ രക്ഷപ്പെടുത്താൻ വെലാസ്കോക്ക് സാധ്യമായില്ല. അതിനുള്ള കാരണം, വെലാസ്കോ tried to paddle furiously towards Herrera. ഹെറേറയ്ക്ക് അരികിലേക്ക് എത്താൻ വളരെ കഠിനമായിട്ട് വെലാസ്കോ തുഴഞ്ഞു നോക്കി, അതിന് ശ്രമിച്ചു. പാഡിൽ ഫ്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രമമെടുത്ത് തുഴഞ്ഞു നോക്കി. But the raft was big and heavy in that lurching water. എന്നാൽ ആ ഇളകി മറിയുന്ന വെള്ളത്തിൽ അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്ന ആ ബോട്ട് അല്പം ഭാരക്കൂടുതലായിരുന്നു. And he had to row against the wind. അതിനൊക്കെ പുറമെ കാറ്റിന്റെ ഗതി പ്രതികൂലമായിരുന്നു. വെലാസ്കോക്ക് കാറ്റിന് എതിരെ തുഴയേണ്ടി വന്നിരുന്നു. He could not advance more than a meter. അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും 1 മീറ്ററിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ വെലാസ്കോക്ക് സാധ്യമായില്ല. And soon Herrera drowned and disappeared.
അങ്ങനെ പെട്ടെന്ന് തന്നെ ഹെറേറ മുങ്ങി അപ്രത്യക്ഷമാവുകയും ചെയ്തു. Question 6. What were Eduardo Castillo and Julia Amato Carabello doing? കാസ്റ്റിലോയും കരബെല്ലോയും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആൻസർ. കാസ്റ്റിലോ ഗ്രിപ്ഡ് ഫേംലി അറൗണ്ട് കാരബെല്ലോസ് നെക്ക്. കാരബെല്ലയുടെ കഴുത്തിലേക്ക് ശക്തമായി പിടിച്ചിരിക്കുകയായിരുന്നു കാസ്റ്റിലോ, ഹു വാസ് വിയറിംഗ് എ ലൈഫ് ജാക്കറ്റ്. കാരബെല്ലോ ഒരു ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ അത് സഹായകമായിരുന്നു. കാരബെല്ലോ വാസ് സ്ട്രഗ്ലിംഗ് ടു റീച്ച് ദ റാഫ്റ്റ് ക്യാരിയിങ് കാസ്റ്റിലോ. തൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കാസ്റ്റിലോയും വഹിച്ചുകൊണ്ടായിരുന്നു കാരബെല്ലോ വളരെയധികം പ്രയാസപ്പെട്ട് ആ ലൈഫ് ബോട്ടിലേക്ക് എത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു ശ്രമം ആയിരുന്നു കാരബെല്ലോയും കാസ്റ്റിലോയും ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും കാസ്റ്റിലോ കാരബെല്ലോയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Question 7. What kind of a man was Luis Rengifo? റെങ്കിഫോ ഏത് തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആൻസർ. റെങ്കിഫോ വാസ് കാം ആൻഡ് കോൺഫിഡൻറ്റ്. വളരെ ശാന്തനും ആത്മവിശ്വാസമുള്ള വ്യക്തിയുമായിരുന്നു റെങ്കിഫോ. ഹിസ് സെറേനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ ശാന്തത, ശക്തി കടലിൻ്റെ ശാന്തതയേക്കാൾ അല്ലെങ്കിൽ കടലിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ ശക്തമായിരുന്നു. ഈവൻ ഇൻ ദ ഡിസാസ്റ്റർ ഹി ഡിഡ് നോട്ട് പാനിക്. ആ ദുരന്തത്തിലും അദ്ദേഹം പരിഭ്രമിച്ചില്ല. ആൻഡ് ഹി സ്വാം കോൺഫിഡൻ്റ്ലി ഹോൾഡിംഗ് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്റ്റ്. തൻ്റെ ഹെഡ്ഫോൺസും തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് വെള്ളത്തിൽ നനയാതെ മുങ്ങിപ്പോകാതെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകൾ പൊക്കി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി വെലാസ്കോയുടെ ബോട്ട് ലക്ഷ്യമാക്കി നീന്തിയിരുന്നത്. Question number 8. What happened to Carabello and Castillo? കാരബെല്ലോയ്ക്കും കാസ്റ്റിലോയ്ക്കും എന്താണ് സംഭവിച്ചത്? ആൻസർ. വെലാസ്കോ was within 3 meters from Carabello and Castillo. കാരബെല്ലോയും കാസ്റ്റിലോയും നിൽക്കുന്നിടത്തു നിന്ന് വെറും 3 മീറ്റർ അകലം മാത്രമായിരുന്നു വെലാസ്കോ ഉണ്ടായിരുന്നത്. When a gigantic wave pushed him far away. എന്നാൽ അപ്പോഴാണ് ഭീമാകാരനായ ഒരു തിരമാല വന്ന് വെലാസ്കോയെ ദൂരേക്ക് തള്ളി മാറ്റിയത്. He could not get closer to them again. പിന്നീട് അവർക്കരികിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താൻ സാധിച്ചില്ല. And they vanished with Castillo hanging onto Carabello's neck. പിന്നീട് അവർ വെള്ളത്തിൽ മുങ്ങി അപ്രത്യക്ഷമായി. കാസ്റ്റിലോ അപ്പോഴും കാരബെല്ലോയുടെ കഴുത്തിൽ ജീവനു വേണ്ടി തൂങ്ങിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ആ അവസ്ഥയിലാണ് അവർ മുങ്ങിപ്പോയത്. Question 9. What was the absurd thing done by the narrator? നമ്മുടെ നറേറ്റർ വെലാസ്കോ ചെയ്ത വിഡ്ഢിത്തം എന്തായിരുന്നു? ആൻസർ. വെലാസ്കോ വാസ് aware that he couldn't move forward. വെലാസ്കോക്ക് ശരിക്കും ബോധ്യമായിരുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ആ ബോട്ട് തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. Still he puts the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. ആ ശക്തമായ കാറ്റിൽ തൻ്റെ ബോട്ട് തിരമാലകളിൽ പെട്ട് നീങ്ങിപ്പോകാതിരിക്കാൻ ഒരു നങ്കൂരമിടുന്നത് പോലെ തൻ്റെ തുഴ വെള്ളത്തിലേക്ക് താഴ്ത്തിപ്പിടിച്ച് ഒരു ശ്രമം നടത്തി ബോട്ടിനെ നിശ്ചലമാക്കി നിർത്താൻ വേണ്ടി. അത് സാധ്യമാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ ശ്രമം നടത്തി. ഇറ്റ് വാസ് ആൻ അബ്സേർഡ് അറ്റംപ്റ്റ്. അതൊരു വിഡ്ഢിത്തം പോലെയുള്ള ഒരു കാര്യമായിരുന്നു. Question 10. How did Amato Carabello and Castillo vanish? എങ്ങനെയാണ് അമാറ്റോ കാരബെല്ലോയും കാസ്റ്റിലോയും അപ്രത്യക്ഷരായത്? ആൻസർ. കാസ്റ്റിലോ വാസ് നോട്ട് വിയറിംഗ് എ ലൈഫ് ജാക്കറ്റ്.
കാസ്റ്റിലോ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്ന ലൈഫ് ജാക്കറ്റ് ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഗ്രിപ്ഡ് റൗണ്ട് കരബെല്ലോസ് നെക്ക്. അതുകൊണ്ട് തന്നെ താഴ്ന്നു പോകാതിരിക്കാൻ അദ്ദേഹം കരബെല്ലയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ദോ അമാഡോ കരബെല്ലോ struggled to reach the life raft of Velasco, he failed and vanished. അമാഡോ കരബെല്ലോ വെലാസ്കോയുടെ ലൈഫ് ബോട്ടിലേക്ക് എത്താൻ കാസ്റ്റിലോയും വഹിച്ചുകൊണ്ട് തീവ്ര ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ വിത്ത് കാസ്റ്റിലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്, അപ്പോഴും കാസ്റ്റിലോ അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും അപ്രത്യക്ഷരായത്. ക്വസ്റ്റ്യൻ 11. I made a last try. What was the last try made by Velasco? വെലാസ്കോ കഥയിൽ പറയുന്നുണ്ട്, ഞാനൊരു അവസാന ശ്രമം നടത്തി എന്ന്. വെലാസ്കോ നടത്തിയ അവസാന ശ്രമം എന്തായിരുന്നു? വാസ് ഹി സക്സസ്ഫുൾ ഇൻ ഇറ്റ്? അദ്ദേഹം അതിൽ വിജയിച്ചോ? ആൻസർ: വെലാസ്കോ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ ടു റീച്ച് റെങ്കിഫോ. റെങ്കിഫോയുടെ അടുത്തെത്താൻ ഒന്ന് തുഴഞ്ഞു നോക്കാനുള്ള ഒരു അവസാന ശ്രമം വെലാസ്കോ നടത്തി. അങ്ങനെ റെങ്കിഫോയുടെ അടുത്ത് എത്തിയിട്ട് ആൻഡ് ഹോൾഡ് ഔട്ട് ടു ഹിം ദി ഓർ, ആ തുഴ ഒന്ന് അദ്ദേഹത്തിലേക്ക് നീട്ടിപ്പിടിച്ചു കൊടുക്കാനും, ഒരുപക്ഷെ റെങ്കിഫോക്ക് അതിൽ എത്തിപ്പിടിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെടാമല്ലോ. അപ്പോൾ റെങ്കിഫോയുടെ അടുത്ത് എത്താനും തുഴ അദ്ദേഹത്തിലേക്ക് നീട്ടിപ്പിടിച്ച് കൊടുക്കാനുമുള്ള ഒരു ശ്രമമാണ് അവസാനമായി വെലാസ്കോ നടത്തിയത്. ബട്ട് ഹി ഫെയിൽഡ്. പക്ഷേ ആ ശ്രമത്തിൽ വെലാസ്കോ പരാജയപ്പെട്ടു. ആൻഡ് റെങ്കിഫോ സാങ്ക് ഫോർ എവർ. റെങ്കിഫോ എന്നേക്കുമായി ആ കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. ക്വസ്റ്റ്യൻ 12. I kept searching the water, hoping that someone would surface soon. ഞാൻ ആ വെള്ളത്തിലാകെ തിരഞ്ഞു നടന്നു, ആരെങ്കിലും ഉടനെ പൊങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. കഥയിൽ വെലാസ്കോ പറയുന്നതാണ്. ഡിഡ് എനിവൺ കം ടു ദ സർഫസ്? ആരെങ്കിലും സർഫസിലേക്ക്, വെള്ളത്തിന് ഉപരിതലത്തേക്ക് പൊങ്ങി വന്നുവോ? വൈ? എന്തുകൊണ്ട് വന്നില്ല? ആൻസർ: നോ, നോ വൺ കെയിം ടു ദ സർഫസ്. ആരും സർഫസിലേക്ക് പൊങ്ങി വന്നില്ല. കാരണം ഓൾ ഓഫ് ദം മൈറ്റ് ഹാവ് ഡ്രൗൺഡ്. എല്ലാവരും ഒരുപക്ഷെ മുങ്ങി മരിച്ചിട്ടുണ്ടായിരിക്കാം. ഓർ അല്ലെങ്കിൽ റീച്ച്ഡ് സം അതർ ലൈഫ് റാഫ്റ്റ്സ് ആസ് വെലാസ്കോ റീസണബിളി തോട്ട്. അതല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റേതെങ്കിലും ലൈഫ് ബോട്ടിലേക്ക് എത്തി അവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം, വെലാസ്കോ ന്യായമായും കരുതിയിരുന്ന പോലെ. ക്വസ്റ്റ്യൻ 13. Pick out the image that describes the sun. ഈ കഥയിൽ സൂര്യനെ വിശദീകരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അതൊന്ന് കണ്ടെത്തുക. ആൻസർ: ദ സൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹോട്ട് ആൻഡ് മെറ്റാലിക്. കഥയിൽ സൂര്യൻ്റെ വെളിച്ചം, അതിൻ്റെ ചൂട്, അത് വിശദീകരിക്കുന്ന ഭാഗത്ത് ഉപയോഗിച്ച ഒരു ഫ്രേസാണ് ഹോട്ട് ആൻഡ് മെറ്റാലിക്. നല്ല ചൂടുള്ള, മെറ്റാലിക് നല്ല തിളക്കമുള്ള എന്നർത്ഥത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഈ എക്സ്പ്രഷൻ. ഇവിടെ ദി ഇമേജ് ഹിയർ ഈസ് ഓഫ് മെറ്റാലിക് ഓർ ഓഫ് മെറ്റൽ. ഏതെങ്കിലും ഒരു ലോഹത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള മെറ്റാലിക്, തിളക്കമുള്ള എന്ന അർത്ഥത്തിലുള്ളതാണ് ആ ഒരു പദമാണ് ഇവിടുത്തെ ഇമേജ്. മെറ്റൽ വിച്ച് ഇൻ ഹോട്ട് സൺഷൈൻ ക്യാൻ ബി വെരി ഹോട്ട് ആൻഡ് ഗ്ലെയറിങ്. മെറ്റൽ എന്നുള്ളത് നല്ല ചൂടുള്ള വെയിലിൽ നല്ല ചൂട് പിടിക്കുന്നതും അതോടൊപ്പം തന്നെ ഗ്ലെയറിങ്, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമുണ്ടാക്കുന്നതുമാണ്. അതാണ് ആ ഇമേജിൻ്റെ പ്രത്യേകത. ക്വസ്റ്റ്യൻ 14. ബട്ട് ഐ ട്രൈഡ് ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. കഥയിൽ വെലാസ്കോ പറയുന്നുണ്ട്, ഞാൻ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായി, മാനസികമായിട്ട് ആ പ്രയാസങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറായി. റിസൈൻ മൈസെൽഫ് അല്ലെങ്കിൽ റിസൈൻ വൺസെൽഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രയാസം നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ അതുമായി പൊരുത്തപ്പെടുക, അംഗീകരിക്കുക. അതാണ് ഈ പ്രയോഗത്തിൻ്റെ മീനിങ്. വാട്ട് ഡിഡ് വെലാസ്കോ റിസൈൻ ഹിംസെൽഫ് ടു? എന്ത്
യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാനായിരുന്നു വെലാസ്കോ ശ്രമിച്ചത്? ആൻസർ: Velasco realized that he would have to stay alone at sea at least 2 or 3 hours before he could be rescued. വെലാസ്കോക്ക് ബോധ്യപ്പെട്ടിരുന്നു, തന്നെ ആരെങ്കിലും വന്ന് ഈ ഒറ്റപ്പെട്ട കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 2-3 മണിക്കൂർ സമയമെടുക്കും. അതുവരെ താൻ കടലിൽ തനിച്ചിരിക്കണമെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. And it seemed to him an extraordinarily long time. 2-3 മണിക്കൂർ തനിച്ച് കടലിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസാധാരണമാം വിധം ഒരു നീണ്ട സമയമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. മാത്രമല്ല, he had no food or water with him. തൻ്റെ കൈവശം ഭക്ഷണമോ വെള്ളമോ ഉണ്ടായിരുന്നില്ല താനും. ഇതൊക്കെയായിരുന്നു വളരെ പ്രയാസകരമായ സാഹചര്യം. ബട്ട് he tried to resign himself to it all. എന്നാൽ ആ പരുക്കൻ യാഥാർത്ഥ്യത്തോടൊക്കെ പൊരുത്തപ്പെടാൻ അദ്ദേഹം മാനസികമായി ശ്രമിച്ചു. Question 15. Why did Velasco splash water over his head? എന്തുകൊണ്ടാണ് വെലാസ്കോ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വെള്ളം തെറിപ്പിച്ചത്? ആൻസർ: It was noon time and extremely hot. നട്ടുച്ച സമയമായിരുന്നു, സൂര്യന് നല്ല ചൂടുമുണ്ടായിരുന്നു. വെലാസ്കോ ഹാഡ് ലോസ്റ്റ് ഹിസ് ക്യാപ്പ്. വെലാസ്കോക്ക് തൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഹി സ്പ്ലാഷ്ഡ് വാട്ടർ ഓവർ ഹിസ് ഹെഡ് ടു കൂൾ ഹിംസെൽഫ്. അതുകൊണ്ട് അല്പം ചൂടിൽ നിന്ന് ഒരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ തലയിലേക്ക് വെള്ളം തെറിപ്പിച്ചത്. Question 16. But when I did, I was startled. Why was Velasco startled? കഥയിൽ വെലാസ്കോ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളത്. എന്തുകൊണ്ടായിരുന്നു വെലാസ്കോ ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, അദ്ദേഹം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പാൻസ്, അതിൻ്റെ ഒരു ലെഗ് പൊക്കി നോക്കിയപ്പോഴാണ് അദ്ദേഹം എന്തോ കണ്ട് ഞെട്ടി എന്ന് പറയുന്നുണ്ട്. ആൻസർ: When Velasco rolled up his trouser leg. തൻ്റെ പാൻസിൻ്റെ ഒരു ലെഗ്, ആ നനഞ്ഞ കട്ടിയുള്ള തുണി അദ്ദേഹം മുകളിലേക്ക് കയറ്റി നോക്കിയപ്പോൾ he startled to see a deep half-moon shaped wound on the lower part of his knee. തൻ്റെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിലുള്ള ആഴമുള്ള ഒരു മുറിവ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. He was not aware of how and when it happened. എങ്ങനെ, എപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വെലാസ്കോ ബോധവാനായിരുന്നില്ല. പെട്ടെന്ന് അത്തരം വലിയ ഒരു മുറിവ് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. Question 17. What were the items in the list of belongings of Velasco? വെലാസ്കോയുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വസ്തുക്കൾ, ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു? ആൻസർ: എ വാച്ച്, എ ഗോൾഡ് റിംഗ് ആൻഡ് എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദി വെർജിൻ ഓഫ് കാർമൻ ഓൺ ഇറ്റ് ആർ ഹിസ് മെയിൻ ബിലോങ്ങിങ്സ്. അദ്ദേഹത്തിൻ്റെ പ്രധാന വസ്തുക്കൾ ഇവയായിരുന്നു: ഒരു വാച്ച്, ഒരു സ്വർണ്ണമോതിരം, അതോടൊപ്പം തന്നെ വെർജിൻ ഓഫ് കാർമൻ്റെ ചിത്രം കൊത്തിയ മെഡലോട് കൂടിയ ഒരു ചെയിൻ. ഇവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ബിലോങ്ങിങ്സ്. He had in his pocket only the key of his locker and 3 business cards other than them. ഇവയ്ക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ലോക്കറിൻ്റെ കീ അതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 3 ബിസിനസ് കാർഡുകളും ഉണ്ടായിരുന്നു. ഇവയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സ്. ഇത്രയുമാണ് എ ഷിപ്പ്രെക്ഡ് സെയിലർ എന്നുള്ള ഈ കഥയിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സും. ഈ വിശദീകരണം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും, ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.